നിങ്ങൾക്ക് പനി വന്നു, പനിക്ക് ചികിത്സിക്കാനല്ല അക്യുപഞ്ചർ പഠിപ്പിക്കുക, പനി വരാനുള്ള കാരണത്തെ ചികിത്സിക്കാനാണ് അക്യുപഞ്ചർ പഠിപ്പിക്കുക. വയറിളക്കം വന്നു, വയറിളക്കത്തെ നിർത്തലല്ല അക്യുപഞ്ചറിലൂടെ. കാരണം വയറിളക്കം വന്നു, ശരീരത്തിലെ മാലിന്യം പുറന്തള്ളിയാൽ ചിലപ്പോൾ ക്യാൻസർ മാറും. അക്യുപഞ്ചർ സിംറ്റംസിനെ സഡേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വന്ന മുഴ, ആ മുഴയുടെ കാരണം എന്തോ ആ കാരണത്തെ ചികിത്സിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇനി ആ മുഴ ഉണ്ടാവാനുള്ള കാരണം എന്ത് എന്ന് അന്വേഷിക്കാതെ ആ മുഴയെ ചിരണ്ടി കളഞ്ഞാൽ മുഴ വീണ്ടും വരും. യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞാൽ വീണ്ടും അവിടെ മുഴ വരാൻ സാധ്യതയുണ്ട്. ഇനി യൂട്രസെ പാടി എടുത്തു കളഞ്ഞു, എന്നാലും ആ യൂട്രസ് ഇടുന്ന ഭാഗത്ത് വീണ്ടും മുഴ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരൂലായിരുന്നുവെങ്കിൽ ആ യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞാൽ മതിയായിരുന്നു. മാറിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് മുഴ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ഭൂരിപക്ഷം സ്ത്രീകൾക്കും എന്ത് ചാൻസ് ഉണ്ട്? ബ്രസ്റ്റില് ചെറിയ മുഴ എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ പോയി കുത്തി പണിതപ്പോഴാണ് എന്ത് ചെയ്തത്? പ്രശ്നമായി. ഒന്ന് നമ്മൾ ബയോപ്സി എടുക്കും, ബയോപ്സി എടുക്കുന്നതോടുകൂടി അത് സ്പ്രെഡ് ആവാനുള്ളതാണ്, സ്പ്രെഡ് ആവും, അപ്പൊ പ്രശ്നമാവും. അതല്ലെങ്കിൽ ആ നെല്ലിക്ക വലുപ്പത്തിലുള്ളത് അവിടെ ഇരുന്നോളൂ, നമുക്ക് എന്താ കുഴപ്പം? അത് എടുത്തു കളഞ്ഞു, പിന്നെ അത് വീണ്ടും വലുതായി, പിന്നെ ബ്രസ്റ്റേപ്പാടി എടുത്തു കളഞ്ഞു, അതിനുശേഷം ആ ബ്രസ്റ്റിൽ നിന്ന് ഇപ്പുറത്തെ ബ്രസ്റ്റിലേക്കായി, ആ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു, പിന്നെ ലങ്ങിലേക്കും ലിവറിലേക്കും ബാധിച്ചു എന്ന് പറയുമ്പോ സത്യത്തിൽ അതുമ്പോൾ തൊടാതിരുന്നാൽ മതിയായിരുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ എന്തോ രോഗമാണെന്ന് നമ്മൾ കേൾക്കുക. സത്യത്തിൽ അതും വിട്ട് പണിയുമ്പോഴാണ് അത് വലിയ രോഗമാവുക. പണിതില്ലായിരുന്നെങ്കിൽ വലിയ റിസ്ക് ഇല്ല.